ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ 12ാമത്തെ ചാപ്റ്ററായ ട്രപ്പീസിയംസ് അഥവാ ലംബകങ്ങളിലെ 3ാമത്തെ ഭാഗമാണ്. അതായത് ഐസോസിലസ് ട്രപ്പീസിയംസ് അഥവാ സമപാർശ്വ ലംബകങ്ങളെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ലംബകങ്ങൾ എന്താന്ന് പഠിച്ചു. ലംബകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ലംബകം ഒരു ജോഡി എതിർവശങ്ങൾ സമാന്തരമാകണം. അപ്പോൾ ഇവിടെ ഈ രണ്ട് ഫിഗറിലും ഈ ഒരു ജോഡി എതിർവശങ്ങൾ സമാന്തരമായിട്ടാണ് വന്നിരിക്കുന്നത്, ഇവിടെയും അല്ലേ. പക്ഷേ സമപാർശ്വ ലംബകം എന്ന് പറഞ്ഞാൽ അഥവാ ഐസോസിലസ് ട്രപ്പീസിയം എന്ന് പറഞ്ഞാൽ ഈ സമാന്തരമല്ലാത്ത രണ്ട് വശങ്ങളുണ്ടല്ലോ, ഈ രണ്ട് വശങ്ങളുടെ നീളങ്ങൾ തുല്യമായിരിക്കും. ഇവിടെ പക്ഷേ അങ്ങനെയല്ല. അതുകൊണ്ട് ഇതൊരു ലംബകമാണ്, പക്ഷെ സമപാർശ്വ ലംബകമല്ല. ഇതൊരു ട്രപ്പീസിയമാണ്, പക്ഷേ ഐസോസിലസ് ട്രപ്പീസിയം അല്ല. പക്ഷേ ഇത് ട്രപ്പീസിയവുമാണ്, ഐസോസിലസ് ട്രപ്പീസിയവുമാണ്. അപ്പം ഞാൻ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഇവിടെ ഒരു മെഷറും കൂടെ എഴുതുകയാണെങ്കിൽ, ഈ നീളം 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതും 3 സെൻറ്റിമീറ്റർ തന്നെയാണ്. എങ്കിലേ ഉള്ളൂ അത് ഐസോസിലസ് ട്രപ്പീസിയം ആകത്തുള്ളൂ. ഇനി നമുക്ക് പഠിക്കാനുള്ളത്, ഞാൻ ഈ ട്രപ്പീസിയത്തിൻ്റെ ഐസോസിലസ് ട്രപ്പീസിയത്തിൻ്റെ ഉയരം ഈ രണ്ടറ്റത്തും വരച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ രണ്ട് ത്രികോണങ്ങൾ കിട്ടി. ഈ ഉയരങ്ങൾ തുല്യമാണുള്ള കാരണം ഈ രണ്ട് വരകൾ സമാന്തരമാണ്, പാരലലാണ്. പാരലാകുമ്പോൾ ഈ രണ്ട് ഉയരങ്ങൾ തുല്യമായിരിക്കും. ഇനി ഇത് രണ്ടും മട്ടത്രികോണങ്ങളും ആണല്ലോ അല്ലേ. അപ്പം ഈ രണ്ട് മട്ടത്രികോണങ്ങൾ മാത്രം ഞാൻ എടുക്കുകയാണ്. ഈ രണ്ട് മട്ടത്രികോണങ്ങളിൽ ഈ രണ്ട് വശങ്ങൾ, അതായത് തുല്യമായിട്ടുള്ള രണ്ട് വശങ്ങളുണ്ടല്ലോ, 3 സെൻറ്റിമീറ്റർ ആണല്ലോ. ഇനിയിപ്പം ഞാൻ പറഞ്ഞു ഈ രണ്ട് ഉയരങ്ങളും തുല്യമാണെന്ന് പറഞ്ഞു. അപ്പം ഞാനിവിടെ പേര് കൊടുക്കുകയാണ് എ ബി സി ഡി, ഇത് ഇ എഫ്. ഈ രണ്ട് ത്രികോണങ്ങളാണ് എടുത്തിരിക്കുന്നത്. ത്രികോണം എ ഡി ഇയും ത്രികോണം ബി എഫ് സിയും. ഇതിനകത്ത് തുല്യമായിട്ടുള്ള സംഗതികളൊക്കെ നമുക്ക് എഴുതാം. അതായത് 3 സെൻറ്റിമീറ്റർ രണ്ടിടത്തും, അതായത് എ ഡി ഈക്വൽ ടു ബി സി ആണല്ലോ. ഈ ത്രികോണത്തിലെ വശങ്ങളോ കോണുകളോ വരുമ്പോൾ ഈ വശത്ത് എഴുതും, ഈ ത്രികോണത്തിലെ വശങ്ങളോ കോണുകളോ വരുമ്പോൾ ഇവിടെ എഴുതും. ഇനി ഞാൻ പറഞ്ഞു ഈ ഉയരങ്ങൾ തുല്യമാണെന്ന് പറഞ്ഞു. എ ഇ ഈക്വൽ ടു ബി എഫ് ആണ്. പിന്നെ ഇത് മട്ടകോണാണ്, 90 ഡിഗ്രിയാണ്, ലംബമാണ്, പെർപെൻഡിക്കുലറാണ്. അപ്പോൾ ആംഗിൾ ഇയും ആംഗിൾ എഫും തുല്യമാണല്ലോ. ഇനി ഈ തുല്യമായിട്ടുള്ള ഉയരങ്ങളുണ്ടല്ലോ, ഈ എ ഇയും ബി എഫും, അത് രണ്ടും തുല്യമായതുകൊണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസും തുല്യമല്ലേ. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ അല്ല ഈ ആംഗിൾ ഡി. അതേപോലെ ഈ ബി എഫിന് ഓപ്പോസിറ്റായിട്ട് കിടക്കുന്ന ആംഗിൾ അല്ല ആംഗിൾ സി. അപ്പോൾ ആംഗിൾ ഇ ഈക്വൽ ടു ആംഗിൾ സി എന്ന് എഴുതാമല്ലോ. കാരണം എന്താ? ഈക്വലായിട്ടുള്ള സൈഡ്സിൻ്റെ, അതായത് എ ഇയും ബി എഫും, അതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസ് ആണ്. അപ്പോൾ ഈ രണ്ട് ആംഗിൾസിനെയാണ് നമ്മൾ ബേസ് ആംഗിൾസ് എന്ന് പറയുന്നത്. ബേസ് ആംഗിൾസ് അഥവാ പാദ കോണുകൾ. ഇനി ഈ രണ്ട് സമാന്തരമായിട്ടുള്ള വശങ്ങളുണ്ടല്ലോ, അതായത് എ ബിയും ഡി സിയും, ഈ രണ്ട് വശങ്ങൾക്കാണ് നമ്മൾ ബേസ് എന്ന് പറയുന്നത്. ബേസ് അഥവാ പാദങ്ങൾ. അപ്പോൾ ഇത് രണ്ടും പാദങ്ങളായിട്ട് നമുക്ക് എടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ പഠിച്ചത് ഈ ഒരു ഐസോസിലസ് ട്രപ്പീസിയത്തിൽ അഥവാ സമപാർശ്വ ലംബകത്തിൽ ബേസ് ആംഗിൾസ് അഥവാ പാദകോണുകൾ തുല്യമാണ് എന്ന് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ ഡയഗണൽസ് ഒന്ന് എടുത്ത് നോക്കാം. ഡയഗണൽസിനെയാണ് ഞാൻ ഗ്രീൻ കളറിൽ വരച്ചിരിക്കുന്നത്. ഈ ഡയഗണൽസിൻ്റെ ലെങ്ത് തുല്യമാണോ, ഈക്വൽ ആണോ എന്നുകൂടി നമുക്കൊന്ന് നോക്കാം. ഇവിടെയും ഞാൻ പേര് കൊടുക്കുകയാണ് എ ബി സി ഡി. അപ്പോൾ ഇവിടെ എടുക്കുന്ന ട്രയാങ്കിൾസ് ഈ വികർണങ്ങൾ, പച്ച കളറിലെ വികർണങ്ങൾ വശങ്ങളായിട്ട് വരുന്ന ത്രികോണങ്ങളാണ് എടുക്കുന്നത്. അപ്പോൾ അതായത് എ ഡി സി കണ്ടല്ലോ, ട്രയാങ്കിൾ എ ഡി സിയും പിന്നെ ട്രയാങ്കിൾ ബി സി ഡിയും, ഈ ട്രയാങ്കിൾ ബി സി ഡിയും. പിന്നെ ഞാൻ പറഞ്ഞു ഇത് തുല്യമായിട്ടുള്ള വശങ്ങളോ കോണുകളോ ഏത് എഴുതിയാലും ഈ ത്രികോണത്തിൻ്റെ വശമോ കോണോ വരുമ്പോൾ ഇതിൻ്റെ താഴെയും ഇതിൻ്റെ താഴെ ഇതിൻ്റെ വശങ്ങളോ കോണുകളോ എഴുതും. ഇനി എ ഡി സി ഞാൻ പറഞ്ഞു, ഇവിടെ ഞാൻ ഉദാഹരണമായിട്ടാണ് 3 സെൻറ്റിമീറ്റർ എടുത്തത്. 3 സെൻറ്റിമീറ്റർ എപ്പോഴും വേണമെന്നല്ല ഞാൻ പറയുന്നത്, ഈ രണ്ട് വശങ്ങൾ തുല്യമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ എ ഡി ഈക്വൽ ടു ബി സി ആണ്.
ഒരു ഐസോസിലസ് ട്രപ്പീസിയമാണ് സമപാർശ്വ ലംബകമായതുകൊണ്ട്. ഇനി ഈ ഡി സി എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ളതാണല്ലോ. ഡി സി ഈക്വൽ ടു ഡി സി, അത് കോമൺ ആയിട്ടുള്ള സൈഡാണ്. ഇനിയിപ്പം നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് കിട്ടിയത് എന്താ, ഈ ബേസ് ആംഗിൾസ് ഈക്വൽ ആണ്. ബേസ് ആംഗിൾസ് ആംഗിൾ ഡിയും ആംഗിൾ സിയും ആണ്. ആംഗിൾ ഡി ഈക്വൽ ടു ആംഗിൾ സി. പാദകോണുകൾ നമ്മൾ ഇവിടെ നിന്ന് പഠിച്ചു. പാദകോണുകൾ ആംഗിൾ ഡിയും ആംഗിൾ സിയും തുല്യമാണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ അത് രണ്ടും തുല്യമാണ്. ഇനി ഈ രണ്ട് തുല്യമായ കോണുകൾക്കെതിരെയുള്ള വശങ്ങളല്ലേ, അപ്പം 3 കിട്ടി. 3 നമുക്ക് മതി. അപ്പോൾ നമുക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന വശങ്ങളും അല്ലെങ്കിൽ കോണുകളൊക്കെ തുല്യമായിക്കോളും. അപ്പോൾ ഈ ഡിയുടെ നേരെ എതിർവശത്ത് കിടക്കുന്ന എതിർവശമല്ലേ എ സി, അതേപോലെ കോൺ സിയുടെ നേരെ എതിരെ കിടക്കുന്നതല്ലേ ബി ഡി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്തെഴുതാം, എ സി ഈക്വൽ ടു ബി ഡി എന്ന് എഴുതാമല്ലോ. അതായത് ഈക്വലായിട്ട് വന്നിരിക്കുന്ന ആംഗിൾസിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ്സ് ഈക്വൽ ആയിരിക്കും. തുല്യമായ കോണുകൾക്ക് എതിരെ കിടക്കുന്ന വശങ്ങൾ തുല്യമായിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് എന്തെഴുതി കിട്ടി, ഡയഗണൽസ് ആർ ഈക്വൽ. വികർണങ്ങൾ തുല്യമാണ്. ഇവിടെ നമുക്ക് ബേസ് ആംഗിൾസ് ആർ ഈക്വൽ എന്ന് കിട്ടി, ഇവിടെ വികർണങ്ങൾ തുല്യമാണെന്നും കിട്ടി. മനസ്സിലായല്ലോ. അപ്പോൾ ഈ ഐസോസിലസ് ട്രപ്പീസിയത്തിൻ്റെ 2 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ബേസ് ആംഗിൾസ് അഥവാ പാദകോണുകൾ തുല്യമാണ്, അതുപോലെ ഡയഗണൽസ് ആർ ഈക്വൽ അല്ലെങ്കിൽ വികർണങ്ങൾ തുല്യമാണ്. ഇനി നമുക്ക് പേജ് നമ്പർ 197 ഒന്നാമത്തെ 2ാമത്തെ ചോദ്യം ചെയ്യാം. ഇവിടെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ചിത്രത്തിൽ ഒരു സമപാർശ്വ ലംബകത്തിൻ്റെ ഒരു പാദത്തിൻ്റെ മധ്യബിന്ദുവും മറ്റേ പാദത്തിൻ്റെ അറ്റങ്ങളും തമ്മിൽ യോജിപ്പിച്ചിരിക്കുന്നു. ഈ വരകൾക്ക് ഒരേ നീളമാണെന്ന് പ്രൂവ് ചെയ്യണം, തെളിയിക്കണം. അതായത് ഐസോസിലസ് ട്രപ്പീസിയത്തിൻ്റെ ഒരു ബേസ്, ആ ബേസിൻ്റെ മിഡ് പോയിൻറ്റും മറ്റേ ബേസിൻ്റെ എൻഡ് പോയിൻറ്റ്സും, അതായത് ഈ 2 പോയിൻറ്റ്സ് അവ തമ്മിൽ ജോയിൻ ചെയ്താണ് അകത്തൂടെ ഗ്രീൻ കളറിൽ ഞാൻ വരച്ചിരിക്കുന്നത്. ഈ 2 ഗ്രീൻ കളേർഡ് ലൈൻസിൻ്റെ ലെങ്ത് ഈക്വലാണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഞാൻ പേര് കൊടുക്കുകയാണ് എ ബി സി ഡി. ഈ ഒരു പോയിന്റ് ഇ എന്നും കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ എടുക്കുന്ന ട്രയാങ്കിൾസ് ഈ 2 ട്രയാങ്കിൾസ് ആണ്. അതായത് ട്രയാങ്കിൾ എ ഡി ഇയും, അതായത് പച്ച കളറിലെ വരകൾ തുല്യമാണെന്ന് തെളിയിക്കണം. അപ്പോൾ ആ 2 വരകൾ ഉൾപ്പെടുന്ന ത്രികോണങ്ങളാണ് എടുക്കേണ്ടത്. 2 ത്രികോണങ്ങൾ എടുക്കണം. ത്രികോണം എ ഡിയും ത്രികോണം ബി സിയും. ഇനി ഇതിനകത്ത് തുല്യമായ വശങ്ങൾ എന്താ, എ ഡിയും ബി സിയും തുല്യമാണ്. എ ഡി ഈക്വൽ ടു ബി സി. കാരണം എന്താ, ഇത് ഐസോസിലസ് ട്രപ്പീസിയമാണ് അഥവാ സമപാർശ്വ ലംബകമാണ്. അതിൻ്റെ ഒരു പെയർ ഓഫ് പാരലൽ അല്ലാത്ത, സമാന്തരമല്ലാത്ത ഒരു പെയർ ഈക്വൽ ആയിരിക്കും. പിന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ മിഡ് പോയിന്റ് ആണ് അല്ലേ, മധ്യബിന്ദുവാണ്. മധ്യബിന്ദു ആകുമ്പോൾ ഈ മുതൽ ഡി വരെയുള്ള ദൂരം തന്നെയാണ് ഈ മുതൽ സി വരെയുള്ള ദൂരം. അപ്പോൾ ഡി ഇ ഈക്വൽ ടു സി ഇ. കാരണം എന്താ, ഇ ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ഡി സി. ഡി സിയുടെ മധ്യബിന്ദുവാണ് ഇ. ഇനി നമുക്കറിയാവുന്ന എന്താ, ഐസോസിലസ് ട്രപ്പീസിയത്തിൽ 2 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അതിൽ ആദ്യം പഠിച്ചത് എന്താ, പാദകോണുകൾ തുല്യമാണ്. അതായത് ആംഗിൾ ഡിയും ആംഗിൾ സിയും തുല്യമാണ് അല്ലേ. ബേസ് ആംഗിൾസ് ആർ ഈക്വൽ. പാദകോണുകൾ തുല്യമാണ്. ഇനി ഈ 3 ആയല്ലോ. 3 പെയർ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന വശങ്ങൾ, ഇപ്പോൾ ആദ്യത്തേതിൻ്റെ വശങ്ങളാണ് തുല്യം, അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന കോൺ തുല്യമാണ്. രണ്ടാമതും വശങ്ങളാണ് തുല്യം, അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന കോണുകൾ തുല്യം. മൂന്നാമത്തെ കോണുകളാണ് തുല്യം, അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന വശങ്ങൾ തുല്യമാണ്. അപ്പോൾ കോൺ ഡിയും കോൺ സിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന വശങ്ങളല്ലേ ഈ പച്ച കളറിലെ എ ഇയും ബി ഇയും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്തെഴുതാം, എ ഇ ഈക്വൽ ടു ബി ഇ. റീസൺ എന്താണ്, സൈഡ്സ് ഓപ്പോസിറ്റ് ടു ദ ഈക്വൽ ആംഗിൾസ് ആർ ഈക്വൽ. തുല്യമായ കോണുകൾക്കെതിരെയുള്ള വശങ്ങൾ തുല്യമാണ്. ഈ വരകൾക്ക് ഒരേ നീളമാണെന്ന് കിട്ടിയല്ലോ. ഇനി 2ാമത്തെ ചോദ്യം ചെയ്യാം. 2ാമത്തെ ചോദ്യം ഇതാണ്. ഒരു സമപാർശ്വ ലംബകത്തിന്റെ പാദങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വര 2 പാദങ്ങൾക്കും ലംബമാണെന്ന് തെളിയിക്കുക.
അതായത് ഒരു ഐസോസെലസ് ട്രപ്പീസിയത്തിൻ്റെ രണ്ട് ബേസുകളുടെയും മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈൻ രണ്ട് ബേസിനും പെർപെൻഡിക്കുലർ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെ ഫിഗർ തന്നിട്ടില്ല, ഞാൻ ഇവിടെ ഫിഗർ വരച്ചിട്ടുണ്ട്. അപ്പോൾ മിഡ് പോയിന്റ്സ് വേണം നമുക്ക് എടുക്കാനായിട്ട്. ബേസുകളുടെ മിഡ് പോയിന്റ്സ് എടുത്ത് ജോയിൻ ചെയ്യണം. ഇവിടെ ഫിഗറിന് പേര് കൊടുക്കുകയാണ് ABCD. AB-യും CD-യും ആണ് രണ്ട് ബേസുകൾ. AB-യുടെ മിഡ് പോയിന്റിന് E എന്നും CD-യുടെ മിഡ് പോയിന്റിന് F എന്നും കൊടുക്കാം. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇവിടെ പെർപെൻഡിക്കുലർ ആണ്. ഈ ആംഗിളും പെർപെൻഡിക്കുലർ 90 ആണ്. ഇതും 90 വെച്ചാണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ, അതായത് ഒന്നാമത്തെ ചോദ്യത്തിൽ നമ്മൾ എന്താ കണ്ടുപിടിച്ചത്? ഇപ്പം ഞാൻ വരച്ച ഈ റെഡ് കളറിലെ AFഉം BFഉം തുല്യമാണെന്ന് നമ്മൾ ഫസ്റ്റ് പ്രോബ്ലത്തിൽ നിന്ന് ചെയ്തു അല്ലേ? അപ്പോൾ ഇവിടെ ഞാൻ എടുക്കുന്ന രണ്ട് ട്രയാങ്കിൾസ്, അതായത് ഈ രണ്ട് കോണുകളാണ് നമുക്ക് തുല്യവും 90ഉം ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഈ രണ്ട് ട്രയാങ്കിൾസാണ് എടുക്കുന്നത്. അതായത് ത്രികോണം AEFഉം ത്രികോണം BEFഉം, ട്രയാങ്കിൾ AEFഉം ട്രയാങ്കിൾ BEFഉം എടുക്കുന്നത്. നമുക്കറിയാവുന്ന എന്താണ്? ഈ മിഡ് പോയിന്റ് ആണ് അല്ലേ? ഈ മിഡ് പോയിന്റ് ആവുമ്പോൾ, മധ്യബിന്ദു ആകുമ്പോൾ E മുതൽ A വരെയുള്ള ദൂരം തന്നെയാണ് E മുതൽ B വരെയുള്ള ദൂരം. അപ്പോൾ EA ഈക്വൽ ടു EB എന്ന് എഴുതാവല്ലോ, കാരണം E ഇസ് ദ മിഡ് പോയിന്റ് ഓഫ് AB. ABയുടെ മധ്യബിന്ദുവാണ് E. ഇനി നമുക്കറിയാവുന്നത് ഈ ചുവന്ന കളറിലെ വരകൾ രണ്ടും തുല്യമാണ്. കാരണം എന്താണ്? നമ്മുടെ ഫസ്റ്റ് പ്രോബ്ലത്തിൽ നിന്ന് AF ഈക്വൽ ടു BF ആണല്ലോ. പിന്നെ നമുക്കറിയാവുന്ന എന്താ? ഈ രണ്ട് ത്രികോണങ്ങൾക്കും പൊതുവായിട്ടുള്ള വശമാണ് EF. അപ്പോൾ EF ഈക്വൽ ടു EF എന്ന് എഴുതാമല്ലോ, കോമൺ സൈഡ് അഥവാ പൊതുവായ വശം. അപ്പോൾ ഈ മൂന്ന് സംഗതികളിൽ നമുക്ക് കിട്ടി. അപ്പോൾ അതിനെതിരെയുള്ള കോണുകൾ, മൂന്നും വശങ്ങളാണല്ലോ, അപ്പോൾ അതിനെതിരെയുള്ള കോണുകൾ തുല്യമല്ലേ? അപ്പോൾ ഈ ചുവന്ന കളറിലെ വരയ്ക്ക് എതിരെയുള്ള കോണല്ലേ ഈ കോൺ അല്ലേ? അതേപോലെ ഇതിൻ്റെ എതിരെയുള്ളതുമാണ് ഈ കോൺ. അപ്പോൾ AFഉം BFഉം തുല്യമാണെന്ന് നമുക്ക് കിട്ടി. അതിൽ നിന്ന് ആംഗിൾ AEFഉം ആംഗിൾ BEFഉം ഈക്വലാന്ന് കിട്ടിയില്ലേ? പക്ഷെ ഇവിടെ 90 നമുക്ക് തെളിയിക്കണം. അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഈ AB പാദമല്ലേ, അത് സ്ട്രെയിറ്റ് ലൈൻ അല്ലേ? AB ഈസ് എ ബേസ്. AB ഒരു പാദമാണ്. ഒരു പാദം അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈനിലെ കോണിൻ്റെ അളവ് 180 അല്ലേ? അതായത് ആംഗിൾ AEFഉം ആംഗിൾ BEFഉം കൂടെ കൂട്ടുമ്പോൾ 180. നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയത് അത് രണ്ടും തുല്യമാണ്. അപ്പോൾ ഓരോന്നും 90 ആയാലല്ലേ ഉള്ളൂ 180 കിട്ടത്തുള്ളൂ. അപ്പം നമുക്ക് എന്തെഴുതാം? ആംഗിൾ AEF ഈക്വൽ ടു ആംഗിൾ BEF ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് കിട്ടിയല്ലോ. അപ്പോൾ ഈ EF എന്ന് പറയുന്നത് ABക്ക് ലംബമായി. ഇനി അതേപോലെ ഈ ഗ്രീൻ കളറിലെ EF CD-ക്ക് ലംബമാണ്, പെർപെൻഡിക്കുലർ ആണ് എന്ന് പ്രൂവ് ചെയ്യണം അല്ലേ? നമുക്കറിയാവുന്ന കാര്യം എന്താണ്? AB പാരലൽ CD അല്ലേ? AB CD-ക്ക് സമാന്തരമാണ്. സമാന്തരമാകുമ്പോൾ അപ്പോൾ ഇത് രണ്ടും സമാന്തരമാണ്. ഇത് രണ്ടും സമാന്തരമാണ്. അതിനെ ഈ പച്ച വര കട്ട് ചെയ്യുക അല്ലേ? കട്ട് ചെയ്യുമ്പോൾ ഒന്നിപ്പുറത്ത് കിടക്കുന്ന കോണിൻ്റെ അളവ് തന്നെയായിരിക്കും ഈ വശത്ത് കിടക്കുന്ന കോണിൻ്റെ അളവ് അല്ലേ? അതായത് ഈ രണ്ട് കോണുകൾ തുല്യമാണ്, അല്ലെങ്കിൽ ഈ രണ്ട് കോണുകളും തുല്യമാണ്. അപ്പോൾ എന്തെഴുതാം? AB CD-ക്ക് സമാന്തരമായതുകൊണ്ട് കോൺ DFEയും ആംഗിൾ CFEയും എത്ര തന്നെയായിരിക്കും? 90 ഡിഗ്രി തന്നെയായിരിക്കും. ഇവിടെ 90 ആയതുകൊണ്ട് ഇതും 90 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈ രണ്ട് ചോദ്യങ്ങളും എഴുതി പഠിക്കുക. അപ്പോൾ എന്തെഴുതാം? ലാസ്റ്റ് ആൻസർ ആയിട്ട് EF ഈസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് AB ആൻഡ് CD. EF ഈസ് പെർപെൻഡിക്കുലർ ടു AB. EF പെർപെൻഡിക്കുലർ ടു CD. EF ABക്ക് ലംബമാണ്, EF CD-ക്കും ലംബമാണ്.